കർണാടകയിലൂടെ കേരളീയ ദർശന്റെ ആഴ്ച പരിപാടിയായ കർണാടകയിലൂടെ എന്ന പ്രോഗ്രാമിലേക്ക് ബഹുമാന്യ പ്രേക്ഷകരെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് കർണാടകയിലൂടെ അവതരിപ്പിക്കാൻ തുടങ്ങുമ്പോഴാണ് ബിജെപിയുടെ ഒരു യുവ നേതാവ് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് ചേക്കേറിയിരിക്കുന്നു. അദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനും കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കെ സുധാകരനും കൂടി അണിയിച്ച് സ്വീകരിക്കുന്ന പടം കണ്ടുകൊണ്ടാണ്, വാർത്ത കേട്ടുകൊണ്ടാണ് ഈ പ്രോഗ്രാമിലേക്ക് കിടക്കുന്നത്. അതവിടെ നിർത്തിക്കൊണ്ട് തന്നെ ആദ്യം പറയാൻ ഉദ്ദേശിച്ച കാര്യത്തിലേക്ക് കിടക്കുകയാണ്. വയനാട് ദുരന്തം, ഉരുൾപൊട്ടൽ, ചൂരൽമലയിലും മുണ്ടക്കയിലും ഉണ്ടായ ഉരുൾപൊട്ടൽ, ആ ദുരന്തത്തിൽ 1000-ഓളം പേര് മരിച്ചു. പലരുടെയും ഭൗതിക ശരീരം കിട്ടിയിട്ടില്ല, മണ്ണിനടിയിലാണ്. ഇതിനു മുമ്പൊരിക്കൽ ഉണ്ടായ ദുരന്തം, വയനാട് ദുരന്തത്തിലും പലരുടെയും ഭൗതിക ശരീരം ഇനി വീണ്ടും മണ്ണിനടിയിൽ തന്നെ ഇപ്പോഴും കിടക്കുകയാണ്. അതിന് കാരണങ്ങളും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും എല്ലാം നിരവധി തവണ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നാണ് കേരളത്തിന്റെ ആവശ്യം. കേരളത്തിന്റെ ഭരണകക്ഷിയായ CPM-ഉം അതിന്റെ ഘടകകക്ഷികളും എല്ലാം ഒരുപോലെ ആവശ്യപ്പെടുന്ന ആ ആവശ്യം അത് തന്നെയാണ് പ്രതിപക്ഷവും ആവശ്യപ്പെടുന്നത്. ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചാൽ ഉണ്ടാവുന്ന, കേരളത്തിനുണ്ടാവുന്ന ഗുണങ്ങൾ, സാമ്പത്തിക നേട്ടങ്ങൾ, ആ നേട്ടങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് വയനാട് ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത്. അതിന് ചില സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ട് എന്നുള്ളത് എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും അറിയാം. എങ്കിലും ആ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് 388 കോടി രൂപ അനുവദിച്ചു എന്ന് കേന്ദ്രം പറയുമ്പോൾ അത് വർഷം തോറും ദുരന്തങ്ങൾ തടഞ്ഞു നിർത്തുന്നതിന് വേണ്ടി, ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി, പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടിയുള്ള മുൻകരുതൽ എടുക്കുന്നതിന് വേണ്ടി വർഷം തോറും അനുവദിക്കുന്ന 300 കോടി രൂപയാണത്. ആ 300 കോടി കഴിഞ്ഞാൽ പിന്നെ 88 കോടി രൂപയാണ് അതിലധികം നിൽക്കുന്നത്. ഇത് പറയുന്നത് സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന രാഷ്ട്രീയ കക്ഷികളുമാണ്. വരുന്ന 19-ാം തീയതി അവിടെ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. അതെല്ലാം അവിടെ നിൽക്കട്ടെ. ഇവിടെ എപ്പോഴും എന്താണ് ഈ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള തർക്കങ്ങൾ? ഈ കാര്യത്തിൽ മാത്രമല്ല, പല കാര്യങ്ങളിലും പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് ഇരു സർക്കാരുകളും പൊതുജനങ്ങളുടെ മുന്നിൽ വെക്കുന്നത്. 388 കോടി രൂപ അനുവദിച്ചു എന്ന കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് തർക്കമില്ല. പക്ഷെ അനുവദിച്ച തുക 300 കോടി പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിനുള്ള മുൻകരുതൽ എടുക്കുന്നതിന് വേണ്ടിയാണെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ വാദം. ശരിയായിരിക്കാം, തെറ്റായിരിക്കാം, ശരിയായിക്കൊള്ളട്ടെ. അത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്ന ആവശ്യത്തിൽ തൂങ്ങി നിൽക്കാതെ വയനാട് ദുരന്തം പരിഹരിക്കുന്നതിനും അത് പുനരധിവസിക്കുന്നതിനും അവിടെ വിദ്യാഭ്യാസ രംഗത്തായാലും ആരോഗ്യ രംഗത്തായാലും കാർഷിക രംഗത്തായാലും അതെല്ലാം പുനഃസ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള തുക, അതിനുവേണ്ടി കൊടുത്തിട്ടുള്ള പദ്ധതി റിപ്പോർട്ട്, ആ പദ്ധതി റിപ്പോർട്ടിൽ എവിടേക്കെയോ ചില തകരാറുകൾ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത് വസ്തുതയാണ്.
ആ പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കിയത് ചില സർക്കാർ ഉദ്യോഗസ്ഥരാണ്. അത് മാത്രമല്ല, ഈ കൊടുക്കുന്ന കിട്ടിയ പണത്തിന്റെ കണക്ക് യഥേഷ്ടം കൊടുക്കുന്നില്ല, കിട്ടിയില്ല എന്ന് കേന്ദ്ര സർക്കാർ പറയുമ്പോൾ അത് മന്ത്രിസഭയ്ക്ക് അല്ലെങ്കിൽ ദുരന്ത അതോറിറ്റിക്ക് കൈമാറേണ്ടത് കേരളത്തിൽ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥരാണ്, സർക്കാർ ജീവനക്കാരാണ്. അവര് കാണിക്കുന്ന കാര്യസ്ഥത ഇല്ലായ്മ, അതുകൊണ്ടാണ് പലപ്പോഴും ഫണ്ടുകൾ വൈകുന്നത്. ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല, നാളിതുവരെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചാൽ കിട്ടിയ ഫണ്ട് പൂർണ്ണമായും ഉപയോഗിക്കുന്നില്ല. ആ ഉപയോഗിക്കുന്ന ഫണ്ടിന്റെ കണക്കുകൾ കൃത്യമായി കൊടുക്കുന്നില്ല. ഇതെല്ലാം നമ്മുടെ മുന്നിൽ വസ്തുതയായി തന്നെ നിലനിൽക്കുമ്പോഴാണ് എപ്പോഴും കേന്ദ്രത്തിനെ പഴിചാരുന്ന ഒരു സ്വഭാവം സംസ്ഥാന സർക്കാർ തുടരുന്നത്. മാത്രമല്ല, കേന്ദ്രം എപ്പോഴും ഒരു ചിറ്റമ്മ നയം കേരളത്തോട് കാണിക്കുന്നു എന്നുള്ളത് വസ്തുത അല്ല എന്ന് പറയാനാവില്ല. ഇത് BJP സർക്കാർ മാത്രമല്ല, അതിനു മുമ്പ് ഇന്ന് BJP സർക്കാരിനെ വിമർശിക്കുന്ന അല്ലെങ്കിൽ ഇടതുപക്ഷത്തോടൊപ്പം നിന്ന് BJP സർക്കാരിനെ വിമർശിക്കുന്ന കോൺഗ്രസ് പാർട്ടി ഭരിക്കുമ്പോഴും കേരളത്തോടൊരു ചിറ്റമ്മ നയം പ്രഖ്യാപിക്കുന്നു, അല്ലെങ്കിൽ അപ്രഖ്യാപിതമായ ഒരു നയം എന്നും നിലനിന്നിരുന്നു. അത് ജവഹർലാൽ നെഹ്റു സർക്കാരിന്റെ കാലത്തായാലും ഇന്ദിരാഗാന്ധി സർക്കാരിന്റെ കാലത്തായാലും നരസിംഹറാവു സർക്കാരിന്റെ കാലത്തായാലും മൻമോഹൻ സിംഗിന്റെ കാലത്തായാലും അതൊക്കെ കേന്ദ്ര സർക്കാർ തുടർന്നു വന്ന നടപടികളാണ്. അപ്പോഴൊന്നും അത് കേന്ദ്ര സർക്കാർ അപ്പോഴും ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേരള സർക്കാർ യഥാസമയം കണക്കുകൾ തരാറില്ല, കൊടുത്ത ഫണ്ട് ഫലപ്രദമായി വിനിയോഗിക്കാറില്ല, പലതും പൂർത്തീകരിക്കാറില്ല. അതെല്ലാം തള്ളിക്കളയാനാവില്ല. എന്തിന് പഞ്ചായത്തുകൾ നമ്മുടെ ഏറ്റവും താഴേക്കടയിലുള്ള ഭരണസമിതിയായ ഗ്രാമപഞ്ചായത്ത് പോലും അനുവദിക്കുന്ന ഫണ്ടുകൾ പൂർണ്ണമായും ചെലവഴിക്കാറില്ല. ചെലവഴിക്കുന്ന ഫണ്ടുകൾ സമയാസമയങ്ങളിൽ അതിന്റെ കണക്കുകൾ എത്തിക്കാറില്ല. ഒരു MP അനുവദിക്കുന്ന ഫണ്ട് പൂർണ്ണമായും ചെലവഴിക്കാറില്ല. ഒരു MLAക്ക് ചെലവഴിക്കാവുന്ന ഫണ്ടുകൾ പൂർണ്ണമായും ചെലവഴിക്കാറില്ല. ചെലവഴിക്കുന്ന ഫണ്ടുകളുടെ കണക്കുകൾ യഥാസമയം കൊടുക്കേണ്ട സ്ഥലങ്ങളിൽ എത്തിക്കാറില്ല. ഇതെല്ലാം കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ ദുരന്തമായി നിലനിൽക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. അതൊക്കെ പരാതികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കേന്ദ്രം സംസ്ഥാന സർക്കാരിനെ പരാതി പറയുന്നു, സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനെ പരാതി പറയുന്നു, BJP CPM-നെ പരാതി പറയുന്നു, CPM BJP-യെ പരാതി പറയുന്നു. ഇത് രണ്ടിലും പെടാതെ നിന്നുകൊണ്ട് പരാതികളുമായിട്ട് കോൺഗ്രസ് ഒരു ഭാഗത്ത്. ഇതൊക്കെ കണ്ടുമടുത്ത ജനമാണ് നമ്മുടെ മുന്നിലുള്ളത്. അവരെ ഇനിയും ഇത്തരം പ്രത്യാരോപണങ്ങൾ അത് കേട്ട് സഹിച്ചവരാണ്. ഇനിയും അവരുടെ ക്ഷമ പരിശോധിക്കാൻ ഒരു സർക്കാരും ശ്രമിക്കരുത് എന്നാണ് അക്കാര്യത്തെ കുറിച്ച് പറയാനുള്ളത്. ഇപ്പോഴത്തെ അവസാനമായിട്ട് പാർട്ടി ഇലക്ഷൻ വരുമ്പോൾ ചില നേതാക്കൾ, താഴെത്തട്ടിലുള്ള നേതാക്കൾ മുതൽ ഉയർന്ന അഖിലേന്ത്യാ തലത്തിലുള്ള ദേശീയ തലത്തിലുള്ള നേതാക്കൾ വരെ സൗകര്യാർത്ഥം സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി സീറ്റ് ലഭിക്കാത്തതിന്റെ പേരിൽ, പദവി ലഭിക്കാത്തതിന്റെ പേരിലൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ മാറുന്ന പതിവ് ഉണ്ട്. ഇപ്പോഴത്തെ അവസാനമായിട്ട് സന്ദീപ് വാര്യർ BJP വിട്ടിരിക്കുന്നു. പാലക്കാട് അദ്ദേഹത്തിന് സീറ്റ് കിട്ടുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നു. BJP-യുടെ സീറ്റ് അദ്ദേഹത്തിന് കിട്ടുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നു. അത് കിട്ടാതെ വന്നപ്പോഴാണ് അദ്ദേഹം ഇന്ന് തെരഞ്ഞെടുപ്പ് ദിവസം കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നത്. അവിടെ ഇടതുപക്ഷ
സ്വതന്ത്രമായി മത്സരിക്കുന്ന ഡോക്ടർ തന്നെ നേരത്തെ കോൺഗ്രസ്സുകാരനായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോഴും കോൺഗ്രസ്സുകാരനായിരുന്നു. കോൺഗ്രസിന്റെ സീറ്റ് അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നു. ആ കോൺഗ്രസ് അദ്ദേഹത്തിന് സീറ്റ് നൽകാത്തത് കൊണ്ടാണ് അദ്ദേഹം ഇടതുപക്ഷ പാളയത്തിലേക്ക് പോയതും ഇടതുപക്ഷ പിന്തുണയോടെ സ്വതന്ത്രനായി മത്സരിക്കുകയും ചെയ്തത്. അങ്ങനെ ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടെ മത്സരിച്ച് വിജയിച്ച ചരിത്രം പല കോൺഗ്രസുകാർക്കുമുണ്ട്. അത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുണ്ട്. തിരുവനന്തപുരം പാർലമെന്റിലേക്ക് കോൺഗ്രസ് വിട്ടുവന്ന് സ്വതന്ത്രമായി മത്സരിച്ച നീല ലോഹിദാസിനെ ഇടതുപക്ഷം പിന്തുണ കൊടുത്ത് വിജയിപ്പിച്ചത് എന്തിന്? നെഹ്റു സർക്കാരിലെ പ്രഗത്ഭനായ മന്ത്രി, പ്രതിരോധ വകുപ്പ് മന്ത്രി ശ്രീ വി കെ കൃഷ്ണമേനോൻ അവസരം തിരുവനന്തപുരത്ത് നിന്ന് മത്സരിച്ച് വിജയിച്ചത് ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടെയാണ്. അങ്ങനെ പലരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടുണ്ട്. അതൊന്നും വലിയ പുതുമയായിട്ടൊന്നും കേരളത്തിലെ ജനം കാണുന്നില്ല. അത് പ്രഗത്ഭരല്ലാത്തവരും വന്നിട്ടുണ്ട്. അത് ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് മുതൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് വരെ, ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരെ, എന്തിന് രാജ്യസഭ സീറ്റ് കിട്ടാത്തത് കൊണ്ട് കളം മാറി ചവിട്ടിയ നേതാക്കന്മാരുമുണ്ട്. അതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നടക്കുന്ന ഒരു രാജ്യമാണ്, നാടാണ് കേരളം. അഖിലേന്ത്യാതലത്തിലെടുത്ത് നോക്കിയാൽ അത് സർവ്വസാധാരണമാണ്. കേരളത്തിലായിരുന്നു അത് കുറവ്. എന്നാൽ കേരളത്തിൽ അത് സർവ്വസാധാരണമായി മാറാൻ ഇനി ഏറെ നാളൊന്നും വേണ്ടിവരില്ല. തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ പാർട്ടി മാറാൻ തീരുമാനിച്ചതിന്റെ പിന്നിൽ ദുരുദ്ദേശം ഇല്ല എന്നാർക്കും പറയാനാവില്ല. അദ്ദേഹത്തിന് BJP സീറ്റ് തള്ളി പാലക്കാട് സീറ്റ് കൊടുത്തില്ലെങ്കിൽ നേരത്തെ തന്നെ അദ്ദേഹത്തിന് മാറാമായിരുന്നു. തെരഞ്ഞെടുപ്പ് ദിവസം വരെ അതിൽ കാത്തിരുന്നത് ദുരുദ്ദേശം കൊണ്ട് തന്നെയാണ്. അക്കാര്യത്തിലൊന്നും സംശയമില്ല. അദ്ദേഹം ചെന്ന് ചേക്കേറിയത് എവിടെ? കോൺഗ്രസിൽ. പടപേടിച്ച് പന്തളത്ത് ചെന്നപ്പോൾ അവിടെ ചൂട്ടുകെട്ടിപ്പട എന്നുള്ള അനുഭവം നാളെ അദ്ദേഹത്തിന് ഉണ്ടായിക്കൊള്ളുന്നില്ല. ഇതിനു മുമ്പ് അങ്ങനെ മാറിയവർ പലരും അത് പറഞ്ഞിട്ടുണ്ട്. അത് ആണ് കേരളത്തിൽ നാളിതുവരെ കണ്ടിട്ടുള്ളത്. പിന്നെ എടുത്തു പറയേണ്ടുന്ന ഇപ്പൊ മറ്റൊരു കാര്യം കുറെ നാളായി പറയണമെന്ന് ആഗ്രഹിച്ചതാണ്. നമ്മുടെ TV-കളിൽ വന്നുകൊണ്ടിരിക്കുന്ന സീരിയലുകളിൽ എന്തുമാത്രം അന്ധവിശ്വാസങ്ങളെ വളർത്തുന്നതാണ്. ഈ രാജ്യത്ത് ജീർണതയിലേക്ക് പൊയ്ക്കൊണ്ടിരുന്ന ഒരു അന്ധവിശ്വാസത്തെ, അതും ഇവർക്കെല്ലാം ലൈസൻസ് കൊടുക്കുന്നതിന് മുമ്പ് ജനങ്ങളിൽ ശാസ്ത്രീയ ബോധം വളർത്തുന്നതിന് ഉതകുന്ന പരിപാടികളായിരിക്കും ടെലികാസ്റ്റ് ചെയ്യുന്നതെന്നും അതിനുവേണ്ടി പ്രവർത്തിക്കുമെന്നുമൊക്കെ അഫിഡവിറ്റുകളിൽ ഒപ്പിട്ട് കൊടുത്തിട്ടാണ് ലൈസൻസുകൾ പലർക്കും ലഭിക്കുന്നത്. അവരാണ് അന്ധവിശ്വാസം വളർത്തുന്ന നിലയിലുള്ള സീരിയലുകൾ അവതരിപ്പിക്കാൻ താല്പര്യപ്പെടുന്നത്. അത് കാണാൻ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് വേറെ വസ്തുത. ഇവിടെ നരബലി നടന്ന നാടാണ് ഈ അടുത്ത കാലത്ത്. മനുഷ്യനെ ദൈവത്തിന്റെ അല്ലെങ്കിൽ മറ്റന്ധവിശ്വാസത്തിന്റെ ഭാഗമായി മനുഷ്യനെ ബലി കൊടുത്ത നാടാണ് ഇവിടെ ഈ കേരളം. അടുത്ത കാലത്ത് മൃഗബലി പോലും പോലും നടന്നിരുന്ന ഈ നാട്, അതെല്ലാം നിയമം വഴി നിരോധിച്ചിട്ടും ഇന്നും എവിടെയൊക്കെയോ രഹസ്യമായി നടക്കുന്നുണ്ടെന്ന് പറയപ്പെടുന്നു. പക്ഷെ നരബലി, മനുഷ്യനെ ബലി കൊടുത്ത ഒരു അനുഭവം ഈ അടുത്ത കാലത്ത്, അടുത്ത വർഷങ്ങളിൽ കേരളത്തിന്റെ നേരെ വന്നു, കേരളത്തിലത് അനുഭവമായി വന്നു എന്ന് പറയുമ്പോൾ കേരളം സാംസ്കാരികമായി എത്രത്തോളം മതപ്പതിച്ചിരിക്കുന്നു എന്നുള്ളതിന് ഒരു ഉദാഹരണമാണത്. അതും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രാദേശിക നേതാവ് കൂടി അതിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ
കേരളം ആ നിലയിൽ സാംസ്കാരിക കേരളം എത്രത്തോളം ജീർണ അവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതിന് ഇതിൽ കൂടുതൽ തെളിവ് ആവശ്യമില്ല. ഇവിടെ അന്ധവിശ്വാസത്തിനെതിരെയുള്ള ബില്ല് നിയമസഭയിൽ അവതരിപ്പിച്ച് പാസ്സാക്കുമെന്ന് പറഞ്ഞിട്ട് എത്രയോ നാളായി. ആ ബില്ല് തയ്യാറായിരിപ്പുണ്ടല്ലോ. അത് എന്തുകൊണ്ട് നിയമസഭയിൽ അവതരിപ്പിക്കുന്നില്ല? അത് പാസ്സാകില്ല എന്നുള്ള ഭയം കൊണ്ടല്ലല്ലോ. അതും എവിടേക്കെയോ ആരുടെയൊക്കെയോ ഏതെല്ലാമോ വർഗീയ ശക്തികളുടെ, മതമേധാവികളുടെ, സമുദായ മേധാവികളുടെ സ്വാധീനവും, അങ്ങനെ ആ സ്വാധീനം കൊണ്ടാണ് അതെല്ലാം മാറ്റിവെച്ചിരിക്കുന്നത്. അതെല്ലാം നിയമമായി വന്നാൽ ഇത്തരം അന്ധവിശ്വാസങ്ങൾ വളർത്തുന്നതിനെതിരെയുള്ള നിയമം അത് നിയമസഭ പാസാക്കിയിരുന്നുവെങ്കിൽ ഇതിനെല്ലാം നിയമം കൊണ്ട് നേരിടാൻ കഴിയുമായിരുന്നു. അത് മനഃപൂർവമോ ബോധപൂർവമാണ് അതെല്ലാം മാറ്റി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും ഇത് തുടർന്നാൽ കേരളത്തിന്റെ സാംസ്കാരിക അന്തരീക്ഷം എത്രത്തോളം മലിനമാവും എന്ന കാര്യത്തിൽ എന്താണ് സംശയിക്കേണ്ടിയിരിക്കുന്നത്? അതുകൊണ്ട് ഇത്തരം പ്രവണതകൾ ഒരുപക്ഷെ 100 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ നിന്ന് പറിച്ചെറിയാൻ ശ്രമിച്ച, അത് ഏറെക്കുറെയൊക്കെ വിജയിക്കുകയും ചെയ്ത ആ അന്ധവിശ്വാസങ്ങൾ, ആ ദുരാചാരങ്ങൾ വീണ്ടും തിരികെ വരുന്നതിനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. അതിന് അനുകൂലമായ നിലപാടുകളാണ് രാഷ്ട്രീയ കക്ഷികൾ എടുക്കുന്നത് എന്നുള്ളത് കൂടി അറിയുമ്പോൾ കേരളത്തിന്റെ സാംസ്കാരിക അന്തരീക്ഷം എത്രത്തോളം മലിനപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് വ്യക്തമല്ലേ? ഇനി ഇത് ആവർത്തിച്ചുകൂടാ, അനുവദിച്ചുകൂടാ. ഇവിടുത്തെ അന്ധവിശ്വാസങ്ങൾ, വിശ്വാസമാവട്ടെ, വിശ്വാസത്തിനെതിരെ ആരും എതിർക്കുന്നില്ല. പക്ഷെ അത് അന്ധവിശ്വാസത്തിലേക്ക് നീങ്ങുമ്പോഴാണ് അത് പ്രത്യേകിച്ചും ചാനലുകളിൽ വന്നിരുന്ന് ചില പ്രഗത്ഭരെന്ന് അത് ഗായകനായാലും കൊള്ളാം, നടന്മാരായാലും കൊള്ളാം, നടിമാരായാലും കൊള്ളാം, രാഷ്ട്രീയ നേതാക്കളായാലും കൊള്ളാം, മറ്റ് സാമൂഹ്യ രംഗത്ത്, സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവരായാലും കൊള്ളാം, സാഹിത്യകാരന്മാരായാലും കൊള്ളാം, അവരെല്ലാം അന്ധവിശ്വാസം വളർത്തുന്ന നിലയിലുള്ള സംഭാഷണങ്ങൾ അവരുടെ ഭാഗത്ത് നിന്ന് ഒരിക്കലും വരാൻ പാടില്ലാത്തതാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ നിയമം, അന്ധവിശ്വാസത്തിനെതിരെയുള്ള ബില്ല് കേരള നിയമസഭ പാസാക്കിയിരുന്നുവെങ്കിൽ അവരുടെ എല്ലാം പേരിൽ നിയമപരമായ നടപടി സ്വീകരിക്കാൻ കഴിയുമായിരുന്നു. അതിൽ നിന്നും അവർക്ക് രക്ഷപ്പെടാനാകില്ലായിരുന്നു. അതുകൊണ്ട് ഇനിയും ആ കേരള നിയമസഭയിൽ അവതരിപ്പിക്കാൻ തയ്യാറാക്കി വച്ചിരിക്കുന്ന ആഭിജാത്യ ക്രിയയ്ക്കും അന്ധവിശ്വാസത്തിനും എതിരെയുള്ള ബില്ല് കഴിയുന്നതും വേഗം നിയമസഭയിൽ അവതരിപ്പിക്കണമെന്നും, അത് ഇടതുപക്ഷ സർക്കാരിന് കഴിഞ്ഞില്ല എങ്കിൽ പിന്നെ ഏത് സർക്കാരിനാണ് അത് കഴിയുക? അതേസമയം BJP ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും അന്ധവിശ്വാസത്തിനും ആഭിജാത്യക്രിയയ്ക്കുമെതിരെയുള്ള ബില്ലുകൾ പാസ്സാക്കി അവിടെയെല്ലാം അവരത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതും നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഇവിടെ പുരോഗമനപരമായി ചിന്തിക്കുന്നത് ആരാണെന്ന് ജനം ചിന്തിച്ചാൽ, അവർ മറിച്ച് ചിന്തിച്ചാൽ എങ്ങനെയാണ് അവരെ കുറ്റം പറയാൻ കഴിയുക? അതുകൊണ്ട് ഈ ആഭിജാത്യക്രിയയ്ക്കും അന്ധവിശ്വാസത്തിനെതിരെയുള്ള ബില്ല് എത്രയും പെട്ടെന്ന് നിയമസഭയിൽ അവതരിപ്പിച്ച് പാസ്സാക്കി നിയമമാക്കി അത്തരം പ്രവൃത്തികളെ നിയമം കൊണ്ട് നേടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്നത്തെ കണ്ണാടിയിലൂടെ എന്ന പരിപാടി ഇവിടെ പൂർത്തിയാക്കാൻ ശ്രമിക്കുകയാണ്. നന്ദി, നമസ്കാരം.